Hi all. Now we are going to do a set of question discussions. So ഇത് ഓപ്രയുടെ നമുക്ക് റീകോൾസിൽ നിന്ന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ്. സോ നമുക്ക് നോക്കാം കേട്ടോ. So what is the mechanism of action of quinones in bacterial cells? So bacterial cellsൽ ക്യുനലോൺസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണെന്നാണ്. റൈബോസോം, സെൽ വോൾ സിന്തസിസ്, DNA gyrase or topoisomerase 2 and typoisomerase 4, RNA polymerase. So the mechanism of action of quinones ആണ് ചോദിച്ചിരിക്കുന്നത്. So quinonesന്റെ mechanism of action എന്താണ്? It is quinones inhibit bacterial DNA replication അല്ലേ. ക്യുനലോൺസിന്റെ മെയിൻ മെക്കാനിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഹിബിറ്റിംഗ് ബാക്ടീരിയൽ DNA replication. സോ മെയിൻലി അത് ടാർഗറ്റ് ചെയ്യുന്നത് എന്താണ്? DNA ഗൈറേസും ടോപ്പോഐസോമറേസ് 4ഉം ആണ് മെയിൻലി അത് ടാർഗറ്റ് ചെയ്യുന്നത്. സോ മെയിൻ അതിന്റെ മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ ബാക്ടീരിയൽ DNA replication ആണ് അത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ആൻഡ് ബൈ ടാർഗറ്റിക് DNA ഗൈറേസ് ആൻഡ് ടോപ്പോഐസോമറേസ് 4. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. Now next question, which solute change the pH of water and organic phase? So ഏത് സൊല്യൂട്ട് ആണ് വാട്ടറിന്റെ pHഉം ഓർഗാനിക് ഫേസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. KCl, സോഡിയം അസിറ്റേറ്റ്, ഗ്ലൂക്കോസ്, NaCl ഇതാണ് ഓപ്ഷൻസ് വരുന്നത്. സോ ആൻസർ വരുന്നത് എന്താണ്? സോഡിയം അസിറ്റേറ്റ് ആണ്. കാരണം ഇറ്റ് ഫോംസ് എ ബഫർ സിസ്റ്റം. സോ അത് ബഫർ സിസ്റ്റം ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ് മെയിൻറ്റെയിൻ സൊല്യൂഷൻ pH. സോ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി, സോഡിയം അസിറ്റേറ്റ് ആണ് ആൻസർ വരുന്നത്. Now, what should patient be advised about OTC antifungal treatment for vaginal thrush? സോ ഒരു വജൈനൽ ത്രഷ് ഉള്ള ഒരു പേഷ്യന്റിന് ഒരു OTC ആന്റിഫംഗൽ ട്രീറ്റ്മെന്റിൽ നമ്മൾ ആസ് എ ഫാർമസിസ്റ്റ് നമ്മൾ എന്ത് അഡ്വൈസ് ആണ് കൊടുക്കേണ്ടത്? ഓക്കെ, apply the treatments once a day for 3 to 5 days. Use the treatment for at least 2 weeks. Apply only during menstruation. Consult a healthcare professional if symptoms persist after treatment. ഇതാണ് ഓപ്ഷൻസ് വരുന്നത്. സോ എന്താണ് നമ്മൾ കൊടുക്കേണ്ട അഡ്വൈസ് എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഷുഡ് പേഷ്യന്റ് ബി അഡ്വൈസ്ഡ് അബൌട്ട് OTC ആന്റിഫംഗൽ ട്രീറ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ വരുന്നത് ഡി ആണ്. പെർസിസ്റ്റ് സിംറ്റം മേ റിക്വയർ ഡിഫറെൻറ്റ് തെറാപ്പി. അതായത് കൺസൾട്ട് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഇഫ് സിംറ്റംസ് പെർസിസ്റ്റ്. കാരണം നമ്മളിപ്പോൾ ഒരു OTC അപ്ലൈ ചെയ്തു, ബട്ട് ചിലപ്പോൾ ആ ഒരു അസുഖം മാറാം, പക്ഷെ ചിലപ്പോൾ നമുക്ക് ആ സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യാം. സോ വെൻ ദാറ്റ് സിംറ്റം ഈസ് persisting, what should we do? We should go to the healthcare professional and we should monitor the symptoms and we should take the treatment. കാരണം നമ്മൾ എടുക്കുന്ന OTCക്ക് ആവില്ല ചിലപ്പം ആ ഒരു അസുഖം ആ ഒരു OTC ഡ്രഗ് കൊണ്ട് മാറുന്നേ ആവില്ല. സോ വി ഷുഡ് കൺസൾട്ട് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. അല്ലാണ്ട് സിംറ്റംസ് മാറാണ്ട് നമ്മൾ ട്രീറ്റ്മെന്റ് കുറേ കാലം കൊണ്ടുപോയിട്ട് ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് അല്ലേ. Now, which statement is not correct regarding fluconazole 150 mg for vaginal thrush? So fluconazole 150 mg vaginal thrushന് കൊടുക്കുന്ന fluconazole 150 mgയുടെ നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടേക്ക് ആസ് ഡയറക്റ്റഡ് ബൈ ഡോക്ടർ, അവോയ്ഡ് ആൽക്കഹോൾ ആൻഡ് ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ്, യൂസ് ബർത്ത് കൺട്രോൾ ഫോർ അറ്റ്ലീസ്റ്റ് 1 week ആഫ്റ്റർ യൂസ്, സീ ഡോക്ടർ ഇഫ് സിംറ്റംസ് വേഴ്സൺ. ഇതാണ് ഓപ്ഷൻസ് വരുന്നത്. നോട്ട് കറക്റ്റ് ആണ്. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ യൂസ് ബർത്ത് കൺട്രോൾ ഫോർ അറ്റ്ലീസ്റ്റ് 1 week ആഫ്റ്റർ ഡോസ്. സോ പ്രിക്കോഷൻ ഈസ് അൺനെസസറി ഫോർ സിംഗിൾ ഡോസ് ട്രീറ്റ്മെന്റ്. നമ്മളൊരു സിംഗിൾ ഡോസ് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് അത്രയും പ്രിക്കോഷൻസിന്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് അൺനെസസറി. ഈസ് ക്ലോട്രിമസോൾ ക്രീം സേഫ് ഡ്യൂറിങ് പ്രഗ്നൻസി? ക്ലോട്രിമസോൾ പ്രഗ്നൻസിയിൽ സേഫ് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, നോ, ഒൺലി ഇൻ സം ട്രിമസ്റ്റർ, സേഫ്റ്റി നോട്ട് എസ്റ്റാബ്ലിഷ്ഡ്. സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? സേഫ് ആണോ അല്ലയോ? ഇറ്റ് ഈസ് safe. Topical clotrimazole is considered safe in pregnancy. So what is finasteride commonly used for? Finasteride common use എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ബിനൈൻ പ്രോസ്തറ്റിക് ഹൈപ്പർപ്ലാസിയ, ഹൈപ്പർടെൻഷൻ, ടൈപ്പ് 2 ഡയബറ്റിസ്. സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് ഫിനാസ്റ്ററൈഡ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് BPH, ദാറ്റ് ഈസ് ബിനൈൻ പ്രോസ്തറ്റിക് ഹൈപ്പർപ്ലാസിയ, ബൈ ഇൻഹിബിറ്റിംഗ് DHT ഫോർമേഷൻ. സോ ബിനൈൻ പ്രോസ്തറ്റിക് ഹൈപ്പർപ്ലാസിയ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് സൈസ് കൂടുന്നതിനെയാണ്. ഓക്കെ, വിച്ച് ആൻറ്റി എപ്പിലെപ്റ്റിക് മേ കോസ് സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ? സോ ഇതിൽ ഏത് ആൻറ്റി എപ്പിലെപ്റ്റിക് ആണ് സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ കോസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർബാമസെപ്പിൻ, വാൽപ്രോയിക് ആസിഡ്, ലാമോട്രിജിൻ, പ്രഗാബലിൻ. സോ വിച്ച് ആൻറ്റി എപ്പിലെപ്റ്റിക് കോസ് സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ? So the answer is B, valproic acid is not for hormonal and sexual dysfunction or sexual related side effects.
ഡോസ് ഓഫ് ഡോക്സിസൈക്ലിൻ ഫോർ മലേറിയൽ പ്രിവെൻഷൻ ഇൻ അഡൾട്ട്സ്. മലേറിയയുടെ പ്രിവെൻഷൻ പ്രൊഫിലാക്സിന് നമ്മൾ കൊടുക്കുന്ന ഡോക്സിസൈക്ലിൻ ഡോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 50 mg once daily, 100 mg once daily, 200 mg once daily, 400 mg once daily. ആൻഡ് ദി ആൻസർ ഈസ് ബി. എന്താണ്? സ്റ്റാൻഡേർഡ് മലേറിയ പ്രൊഫിലാക്സിന് നമ്മൾ കൊടുക്കുന്നത് 100 mg once daily ആണ്. ഇനി വിച്ച് മെഡിക്കേഷൻ കോസ് തൈറോടോക്സിക്കോസിസ്. സോ ഇതിൽ ഏതാണ് തൈറോടോക്സിക്കോസിസ് കോസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇബ്യൂപ്രോഫൻ, അമിയാഡറോൺ, അസിറ്റാമിനോഫൻ, ഒമീപ്രസോൾ. സോ ഇതിൽ ഏതാണ് തൈറോടോക്സിക്കോസിസ്? സിമ്പിൾ ആണ്. ഓപ്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ബി ആണ്, അമിയാഡറോൺ ആണ്. ഡ്യൂ ടു ഹൈ അയോഡിൻ കണ്ടന്റ്. അമിയാഡറോണിന് സ്ട്രക്ചറിൽ അയോഡിൻ കണ്ടന്റ് ഉണ്ട്. സോ ഇറ്റ് എഫക്ട്സ് ദ തൈറോയിഡ്. വിച്ച് ഐ ഡ്രോപ്പ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ അലർജി. അലർജിക്ക് യൂസ് ചെയ്യാത്ത ഐ ഡ്രോപ്പ് ഏതാണെന്നാണ്. കേറ്റോട്ടിഫൻ, അസിലാസ്റ്റിൻ, ഡെക്സാമെഥാസോൺ, ടിമോലോൾ. സോ ഇതിൽ ഏത് ഐ ഡ്രോപ്പ് ആണ് നോട്ട് യൂസ്ഡ് ഇൻ അലർജി? സോ ഇറ്റ് ഈസ് ഡി, ദറ്റ് ഈസ് ടിമോലോൾ. ടിമോലോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എ ഗ്ലൂക്കോമ ട്രീറ്റ്മെന്റ്, നോട്ട് ആന്റി അലർജി ട്രീറ്റ്മെന്റ്. Then which is not a conjugate vaccine. ഇതിൽ ഏതാണ് കോൺജുഗേറ്റ് വാക്സിൻ അല്ലാത്തത്? നോട്ട് എ കോൺജുഗേറ്റ് വാക്സിൻ ആണ് ക്വസ്റ്റ്യൻ. HIV, മെനിഞ്ചോകോക്കൽ, ഇൻഫ്ലുവൻസ, ന്യൂമോകോക്കൽ. നോട്ട് എ കോൺജുഗേറ്റ് വാക്സിൻ ആണ് കേട്ടോ. സോ ദ ആൻസർ ഈസ് ഇൻഫ്ലുവൻസ വാക്സിൻ ആണ്, നോട്ട് എ കോൺജുഗേറ്റ് വാക്സിൻ. സോ ബാക്കിയെല്ലാം എന്താണ്? ഇറ്റ് ഈസ് കോൺജുഗേറ്റ് വാക്സിൻ. ഇൻഫ്ലുവൻസ വാക്സിൻ മാത്രമാണ് കോൺജുഗേറ്റ് വാക്സിൻ അല്ലാത്തത്. നോ വിച്ച് ഈസ് നോട്ട് ക്യുനലോൺ സൈഡ് എഫക്ട്. ക്യുനലോൺ സൈഡ് എഫക്ട്, നോൺ ക്യുനലോൺ സൈഡ് എഫക്ട് ഏതാണെന്നാണ്. നോസിയ, ഹെഡ് ഏക്ക്, ടെൻഡോണൈറ്റിസ്, ഫോട്ടോടോക്സിസിറ്റി. ക്യുനലോൺ സൈഡ് എഫക്ട്, വാട്ട് ഈസ് എ നോൺ ക്യുനലോൺ സൈഡ് എഫക്ട്? ഓക്കെ, സോ ക്യുനലോണിന്റെ മെയിൻ സൈഡ് എഫക്ട് ആണ് ടെൻഡോണൈറ്റിസ് ആൻഡ് റപ്ചർ ആർ സീരിയസ് സൈഡ് എഫക്ട്സ് ഓഫ് ക്യുനലോൺസ്. ടെൻഡോണൈറ്റിസ് ക്യുനലോൺസിന്റെ ആണ് സീരിയസ് സൈഡ് എഫക്ട്സ്. ക്യുനലോൺസിന്റെ സീരിയസ് സൈഡ് എഫക്ട്സ് ടെൻഡോണൈറ്റിസ് ആണ് കേട്ടോ. വാട്ട് ഹാപ്പൻസ് വെൻ ആസ്പിരിൻ ആൻഡ് വാർഫയറിൻ ആർ കമ്പൈൻഡ്. എന്താണ് ഒരു ആസ്പിരിനും വാർഫയറിനും കമ്പൈൻ ചെയ്ത് ഉണ്ടാവുക എന്നാണ്. സ്ട്രോങ്ങർ ആന്റി കോയാഗുലേഷൻ, ഇൻക്രീസ്ഡ് ബ്ലീഡിംഗ് റിസ്ക്, റെഡ്യൂസ്ഡ് എഫിക്കസി, സേഫ് ടു യൂസ് ടുഗദർ. സോ ആസ്പിരിനും വാർഫയറിനും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബി ആണ് വരുന്നത്. ബോത്ത് എഫക്ട് ക്ലോട്ടിങ്, ക്ലോട്ടിനെയാണ് എഫക്ട് ചെയ്യുന്നത്, എന്നിട്ട് നമുക്ക് ബ്ലീഡിംഗ് റിസ്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സോ ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റീകോൾസിലാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്കിതിൻ്റെ ഡ്രഗ് ഇൻട്രാക്ഷൻ. ഓക്കെ, ഫിനാസ്റ്ററൈഡ് ഡോസ് ഫോർ മെയിൽ പാറ്റേൺ ബാൾനെസ്. സോ മെയിൽ പാറ്റേൺ ബാൾനെസ്സിൽ നമുക്ക് ഫിനാസ്റ്ററൈഡിൻ്റെ ഡോസ് ഏതാണെന്നാണ്. 1 mg, 5 mg, 10 mg, 0.5 mg. സോ ഇറ്റ് ഈസ് 1 mg പെർ ഡേ. ഹെയർ ലോസിനൊക്കെ നമുക്ക് അപ്രൂവ് ചെയ്തിട്ടുള്ള ഡോസ് 1 mg പെർ ഡേ ആണ്. ഇനി കറക്റ്റ് അമിയാഡറോൺ അഡ്വൈസ്. എന്താണ് അമിയാഡറോണിൻ്റെ കറക്റ്റ് അഡ്വൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രീറ്റ്സ് ഹൈപ്പർ ടെൻഷൻ, അവോയ്ഡ് സൺ എക്സ്പോഷർ, കോസ് ഡ്രൈ മൗത്ത് ആൻഡ് കോൺസ്റ്റിപ്പേഷൻ, ഗ്രേപ്പ് ഫ്രൂട്ട്, സേഫ്. സോ അമിയാഡറോണിൻ്റെ അഡ്വൈസ് ആണ്. ഇറ്റ് ഈസ് അമിയാഡറോൺ കോസ് ഫോട്ടോ സെൻസിറ്റിവിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്. സൺ എക്സ്പോഷർ നമ്മൾ അവോയ്ഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അഡ്വൈസ് ആണ്. നമ്മൾ പേഷ്യൻ്റ് കൗൺസിലിംഗിൽ നമ്മൾ പറയുന്നതുമാണ് അവോയ്ഡ് സൺ എക്സ്പോഷർ.